രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കൊട്ടെടുത്തിറങ്ങിയത് കൊടംപുളി പെറുക്കാനാണ്. അപ്പൊ നമ്മളെ കൊടംപുളിയൊക്കെ പഴുത്തിട്ടുണ്ട്. അപ്പൊ മാങ്ങയൊക്കെ പെറുക്കുന്ന പോലെ രാവിലെ ഇനി കൊടംപുളി പെറുക്കണം. രാത്രിയൊക്കെ നല്ല മഴയാണ് കേട്ടോ. അപ്പം രാവിലെ ആയപ്പോ മഴ നിന്നുണ്ട്. വഴുക്കൻ കേട്ടോ കുഞ്ഞോളെ, നല്ല തെന്നലുണ്ട്. അപ്പം നമ്മളെ വലിയ കൊടംപുളി മരത്തിന്റെ അടിക്കാട്ട് പോണ്. ഇതിന്റെ അടിയിലുള്ള ഇതിൽ കിട്ടുന്ന കൊടംപുളി നല്ല വലുപ്പം ഉണ്ടാവും. അതാ കൊടംപുളി കിടക്കുന്നത്. ഇങ്ങനെ രാവിലെ ആകുമ്പോൾ ഇങ്ങനെ വീണിട്ടുണ്ട്. അത് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, കൂടുതലൊന്നും ഇല്ല, പക്ഷെ നല്ല വലുപ്പമുള്ള അല്ലേ. ഇതൊക്കെ നോക്ക് കണ്ടോ, നല്ല പഴുത്തിട്ടുണ്ട്. മഴ പെയ്താ വേഗം ഇങ്ങനെ അലിത്തു പോവും. വേഗം പെറുക്കിയെടുക്കുക. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ കൊടംപുളീന്റെ മരം കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഇതാണ് കൊടംപുളീന്റെ മരം. അങ്ങനെ കാണില്ല, നല്ല ചോല ഉള്ളതുകൊണ്ട്. ഇങ്ങോട്ട് ഒഴിവിൽ ഒന്ന് കുഞ്ഞോളെ, നമ്മൾ ചെറിയ കൊടംപുളി മരമൊക്കെ കാണിച്ചപ്പോൾ ഇഷ്ടംപോലെ കൊടംപുളി നമുക്ക് താഴെ തന്നെ കാണാം. ഇതാണ് നല്ല ഹൈറ്റ് ഉള്ള മരമാണ്. കറക്റ്റ് ഒന്നും കാണൂല. അതാ എന്ത് കാണുന്നുണ്ടോ, ഭയങ്കര മറവാണിത്. താഴെ ഒന്നും കൊമ്പില്ലാതെ മുകളിലോട്ടാ കൊമ്പുള്ളത്. പഴുത്തത് ഇങ്ങനെ പെറുക്കി ഇങ്ങനെ എടുക്കാന്നല്ലാതെ ഇതിന് കയറിയിട്ട് നമ്മൾ പറിക്കലില്ല. അധികം ഇങ്ങനെ വീഴല. ഈ മരം ആവാൻ കാരണം ഇതിന്റെ അടിഭാഗത്ത് നിന്ന് നമ്മൾ കാപ്പിക്ക് ചോലായതുകൊണ്ട് അടിഭാഗത്തെ കൊമ്പൊക്കെ ഞാൻ വെട്ടിപ്പോയി. അതിനുശേഷം മരം നീണ്ടുപോയിട്ട് താഴെ ഒന്നും ഇല്ല, അങ്ങനെ അത്ര ഹൈറ്റ് വെച്ചു പോയി. അങ്ങനെ ശരിക്കും കൊടംപുളിന്റെ മരം അങ്ങനെ വെട്ടി കൊടുക്കാൻ പാടില്ല, അടിഭാഗം ഒന്നും വെട്ടരുത്. അപ്പൊ ഇതാ ഇവിടെ ഒക്കെ ഉണ്ട്. നമുക്ക് പഴുത്തത് ഇങ്ങനെ പെറുക്കാം. നോക്ക്, അതല്ലേ വേറൊരു മോഡല്. ഇവിടെ ഇങ്ങനെ ആയിട്ട് ഈ സൈഡ് കുറച്ച് കുറവ്. അതൊക്കെ നല്ല അടിപൊളി കൊടംപുളി ഒക്കെ നല്ല പഴുത്തതാട്ടോ. മാംഗോസ്റ്റിൻ പോലെ തന്നെ, മാംഗോസ്റ്റിൻ പോലെ തന്നെ ഇതിനുള്ളത് കൂടിയ ഞാൻ മുറിക്കുമ്പോൾ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഉണ്ട്, നോക്കി. ഇതാ ഞാൻ പറഞ്ഞത്, ഇതല്ല ഉരുളം കൊടംപുളിയാണ്. നമ്മൾ മുന്നത്തെ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുന്നേ നമ്മൾ വീഡിയോ ഇട്ടല്ലേ കൊടംപുളി. നമ്മൾ ചെറിയ കൊടംപുളി കേട്ടോ. അതൊക്കെ നമ്മൾ ഉണക്കി കഴിഞ്ഞിട്ടോ. അത് നേരത്തെ ആയും ചെയ്ത് നല്ല വെയിലും കിട്ടി നമുക്ക്. ഇപ്പൊ പിന്നെ മഴ ഉണ്ട്, എന്നാലും വെയിൽ അങ്ങനെ ഇല്ല. അപ്പൊ വെയിലത്തിട്ട് ഉണക്കൽ നമുക്ക് നടക്കും തോന്നുന്നില്ല. ഇവിടെ ചക്ക ഇങ്ങോട്ട് ചീഞ്ഞ് വീണിട്ടോക്ക്. ഇതാപ്പൊ ചെറുതാ. ഇവിടെയൊക്കെ ഇത് കുറച്ച് പച്ച കേട്ടോ. ഇന്നലെ കാറ്റൊക്കെ അടിച്ചിരുന്നോ, അവിടെ വീണേക്കും. ഇങ്ങനെ ഈ പച്ചയില അങ്ങനെ വീഴലില്ല, ഞാൻ പഴുത്ത വീഴല്. അതുപോലെ തന്നെ നമുക്ക് ചെറുത് ഇത് വലുപ്പം വെക്കൂല, ഈ കൊടംപുളി തന്നെ ഉണ്ടാകുന്നതാണ്. പക്ഷെ പഴുത്ത പോലെയൊക്കെ ഉണ്ടാവും, നല്ല മഞ്ഞ നിറക്കെ വരും, ചെറുതായിരിക്കും. ഇതെവിടെ നോക്കിട്ടോ, എന്തായാലും തെറിച്ചു പോവും, നല്ല ഹൈറ്റിൽ നിന്ന് വീഴുന്നോണ്ടേ. ഈ ഉണ്ടോ, ആ സൈഡിലുണ്ടോ? ഇതാണ് ശരിക്കും മരത്തിന്റെ അടിയിലൊന്നല്ല, കറക്റ്റ് അടിയിലല്ല വീഴുന്നത്, തെറിച്ചു പോവും. നോക്ക്, ഒരു കൊടംപുളി വെക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ തെറിച്ചു പോകുന്നവരെ. അതൊക്കെ എത്ര ദൂരെ വേണ്ടോ, ഇവിടെ എത്തിക്കണ്. ഈ ഇലയൊക്കെ കാണുന്നത് കാപ്പിയുടെ ഇല ഒഴിഞ്ഞു കേട്ടോ. ഇവിടെ ഇതോ, ഇത് വെള്ളപ്പീച്ചീന്റെ മരാണ്. ഇതിങ്ങനെ അടിയൊക്കെ പൊത്തായിട്ട് ഈ ഒരു 2 സൈഡിലേ ഉള്ളൂ. ഇങ്ങനെ ഇപ്പൊ ആദ്യമായിട്ട് കാണും ഈ മരം. വെള്ളപ്പീച്ചി ഇതാ, നമ്മൾ ആടിനൊക്കെ ഇല വെട്ടലുണ്ട് വെള്ളപ്പീച്ചിന്റെ. അത് വീഴൊന്നുമില്ല, നല്ല പിടുത്തൊക്കെ ഉണ്ട്, കണ്ട ഉണങ്ങിയ പോലെ. കുഞ്ഞോള് വേറെ സംഭവം കാണിച്ചാൽ അങ്ങോട്ട് നോക്ക്. കണ്ടോ കൂണ്. കൊടംപുളി പെറുക്കാൻ വന്ന് പറഞ്ഞതാ, നല്ല അടിപൊളി ഒരു കൂണ് കണ്ടിട്ടുണ്ട് കേട്ടോ. പറിക്കല്ലേ, പെരുങ്കൂണാണ്. സൂപ്പർ പെരുങ്കൂണ് കിട്ടി. നോക്ക് എന്താ വൃത്തി, നോക്ക്. കുറച്ച് പൊട്ടിപ്പോയടി, അത് കുഴപ്പമില്ല നോക്ക്. അപ്പൊ ഏതായാലും ഇന്നൊക്കെ കറിക്കുള്ള ബിയമോൾക്ക് ചെറിയൊരു കറിക്കുള്ള കൂണ് കിട്ടിയിട്ട് നമുക്ക്. അപ്പൊ ഒന്ന് കൂൺ തെരഞ്ഞു നടക്കണല്ലോ, കൂണ്ടായിക്കും കേട്ടോ. ഇതിനിടയ്ക്ക് കൂണുണ്ടായാലും നിന്നീനു, വെയിലായപ്പോ. ഇപ്പൊ വെയിൽ മഴയും വന്നപ്പോ പിന്നെയും തുടങ്ങിയിട്ട് കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത ഇന്ന് ഇപ്പൊ എനിക്ക് സമാധാനം ഉണ്ടാവില്ല, എന്തായാലും കൂൺ തെരഞ്ഞു വേണം. വേഗം കൊടംപുളി പെറുക്കിയിട്ടേ ഇന്ന് കൂൺ തരണം. എന്തായാലും വന്ന് കറക്റ്റ് ആയിട്ടോ, നല്ല വിരിഞ്ഞും ചെയ്ത്, ആരും കണ്ടിട്ടില്ല. അപ്പൊ ഇത്രയും കൊടംപുളി കിട്ടി. ഒന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് വേഗം പോവാ. നല്ല വെയിൽ വന്നിരുന്നല്ലോ, വെളിച്ചം നോക്ക്. ഇതാ നമ്മൾ നോക്കിയോടെ തന്നെ പിന്നെയും കൊടംപുളി ഉണ്ട്. നോക്ക്, ഈ കൊടംപുളിയിൽ പഴുത്ത് തുടങ്ങിയിട്ടുള്ളൂ. ഇന്നലെ കുറച്ച് നമുക്ക് കിട്ടി, ഇന്നിതപ്പോ ഇത്രയുണ്ട്. ഇനി ഇങ്ങനെ കൂടി വരും കേട്ടോ. ഇത് നമ്മളങ്ങനെ കുലിക്കലില്ല. ഈ കൊടംപുളി ഈ സമയത്തൊക്കെ അങ്ങനെ പറിക്കാൻ നോക്കിയാലേ അധികം പച്ചയ്ക്കും. അപ്പൊ പഴുത്തത് ഇങ്ങനെ വീണ് കിട്ടിയിട്ട് ലാസ്റ്റ് സമയം എന്ത് ചെയ്യും, നമ്മൾ കയറി കുലുക്കി കളയും. പക്ഷെ ഇതങ്ങനെ കുലിക്കാനും പറ്റില്ല, വലിയ മരമാണ്. ചെറുതിലൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യില്ല കേട്ടോ, ലാസ്റ്റ് പറിക്കും മൊത്തം. അപ്പൊ എന്നാലേ നമുക്ക് എനിക്ക് കൂണുണ്ട്, നല്ല അടിപൊളി കൂണ്. അപ്പൊ നമുക്ക് വേഗം കൊണ്ടുപോയിട്ടത് മുറിച്ചിട്ട് ഞങ്ങൾ എങ്ങനെ ഈ സമയത്തൊക്കെ ഉണക്കുന്നതൊക്കെ ഒന്ന് കാണിച്ചു തരാം.
നമുക്ക് ഇത് കഴുകിയെടുക്കാം കേട്ടോ. ഇതൊക്കെ കണ്ടല്ലേ, മണ്ണൊക്കെ ഉണ്ട്. ഈ ഒരു സമയത്ത് കഴുകി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല ഉണക്കിയിട്ട് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ കഴുകുള്ളൂ. അതുകൊണ്ടപ്പം നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ട് ഇത് അന്നന്ന് പെറുക്കുന്നത് നമുക്ക് ഇതുപോലെ കഴുകാൻ പറ്റുള്ളൂ. മറ്റേത് അലുത്തു പോകും. ഒരു ദിവസം കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ഇതൊക്കെ വെള്ളം കയറും. ഇത് പിന്നെ ഇന്ന് തന്നെ വീണത് നമ്മൾ പെറുക്കിയെടുത്തോണ്ട് നല്ല വൃത്തിയുണ്ട്. കഴുകി കഴിഞ്ഞ് ഇനി നമുക്കിത് മുറിച്ചിടാം. വെയിലുണ്ട് കേട്ടോ, പക്ഷെ വെയില് നമുക്ക് വിശ്വസിച്ച് വെയിലത്ത് ഇടാൻ പറ്റൂല. അപ്പത്തേക്കും മഴക്കാറ് വരും. ഇതാ ചെറിയൊരു പാത്രം എടുത്ത് എന്താ അറിയോ, എന്തിനാന്ന് കാണിച്ചാൽ നമ്മൾ മുറിച്ചിട്ട്. അപ്പം ഏതാണ് നമ്മളെ വലുത്? എല്ലാം വലുതാണ്, നല്ല വലുത് കേട്ടോ. ആദ്യം ഇതാ എല്ലാം പഴുത്തു പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇട്ട് മുറിക്കാം. ഉള്ളിൽ കണ്ടോ, കറക്റ്റ് മാംഗോസ്റ്റിൻ്റെ കുരു പോലെ തന്നെ. മാംഗോസ്റ്റിൻ തന്നെ, അത് വെള്ള, ഇത് കുറച്ച് കണ്ടില്ലേ ഒരു വ്യത്യാസം, കുറച്ച് നല്ല അലുത്തിട്ടുണ്ടാവും ഇങ്ങനെ. അപ്പം ഇങ്ങനെ എടുക്കുക. ഒരു പൊടിമധുര ഇതുപോലെ ഉണ്ടാവും. പുളി മധുരം, പുളിയുണ്ട് മധുരമുണ്ട്, നല്ല നല്ല കുരു. അപ്പം ഈ കുരു നമ്മൾ എടുക്കുന്നില്ല, ഇത് കളയാണ്. നമ്മൾ കുരു ഇങ്ങനെ മാറ്റിയെടുക്കാനായിട്ടാണ് ഈ സ്റ്റീലിൻ്റെ ഒരു ചെറിയ പാത്രം ഇവിടെ കൊണ്ടുവച്ചിട്ടില്ലേ. അപ്പം ആദ്യത്തെ കുരു നമ്മൾ കഴിച്ചതുകൊണ്ട് കളഞ്ഞ്. അപ്പം ഇതിൻ്റെ ഒക്കെ നല്ല വലുപ്പമുള്ളതിൻ്റെ കുരു ഇനി നമ്മൾ ഇതുപോലെ എടുക്കൂട്ടതാ. കണ്ടില്ലേ, നമ്മൾ കഴിക്കുന്നത് ഈ കുരുവിൻ്റെ മുകളിലുള്ള ഈ ഫ്ലഷ് ആട്ടോ. അപ്പം അതാണ് നമുക്ക് വേണ്ടത്. അത് കിട്ടാൻ നമ്മൾ ആ കുരുവൊക്കെ ഇതുപോലെ എടുത്തു വെക്കും. നല്ല വലുതിൻ്റെ മാത്രം എടുക്കുള്ളൂ. അത്യാവശ്യം ഫ്ലഷ് കിട്ടണമെങ്കിൽ വലിയ കുരു ആയിരിക്കണം. അപ്പം ഈ കുരു ഇങ്ങനെ എടുത്തു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് നമ്മൾ ഇതിന്ന് ഇതാ ഫ്ലഷ് മാത്രം ഇങ്ങനെ നമ്മൾ നിരടി എടുക്കൂല്ലേ, നമ്മൾ കൈയിട്ട് ഇങ്ങനെ നിരടിയാൽ ആ ഫ്ലഷ് മാത്രം വേറെ വരും. അത് കുരു ഒഴിവാക്കിയിട്ട് ആ കിട്ടുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് തിളപ്പിച്ചിട്ട് നല്ല കുറുക്കി എടുക്കും. നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അങ്ങനെ കുറുക്കി എടുത്തിട്ട് നമുക്ക് എടുത്തു വെച്ചാണ്ടല്ലോ, നമ്മൾ കുടംപുളിയൊക്കെ ഉണക്കി എടുത്തേക്കുന്ന പോലെ തന്നെ എത്ര കാലമാണെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് കറിയിലൊക്കെ നമ്മൾ ഇതിൻ്റെ എസൻസ് ഉണ്ടാക്കുക. അതന്നെ ശരിക്കും പറയാം, നമ്മൾ കുടംപുളി എസൻസ് അത് നമുക്കെടുത്ത് ആവശ്യത്തിന് ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പം കുറേ ഒന്നും വേണ്ട, നമുക്ക് ഇഷ്ടം പോലെ കുടംപുളി ഉള്ളതുകൊണ്ട് ഇല്ലാത്തവർക്കാട്ടത് കൂടുതൽ ഉപകാരപ്പെടുക. അപ്പം നമ്മൾ നല്ല വലുതിൻ്റെ മാത്രം കുറച്ച് എടുത്തുക്കും. പിന്നെ തൊണ്ടവേനയ്ക്ക് വരുന്ന സമയത്ത് ഉണക്ക കുടംപുളി അങ്ങനെ വെറുതെ കല്ലിപ്പിട്ടിട്ട് കഴിക്കലുണ്ട്. തൊണ്ട ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നീര് പോകുന്നുണ്ട്. അപ്പം ഇതിനും പറ്റിയ സാധനം ഉണ്ട് അത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല വലുപ്പമുള്ളതിൻ്റെ മാത്രം, ചെറുതിൻ്റെ ഒന്നും എടുക്കൂല. ഇത് ബിയമോള് കാണാനായിട്ട് ഇന്നലെ കൊക്കക്കായി ഇന്ന പോലെ ഇത് നല്ല ടേസ്റ്റാണ്. മാംഗോസ്റ്റിൻ പോലെ തന്നെ നല്ല രുചിയുണ്ട്. പക്ഷെ ഞാൻ വലിയ കറ പിടിച്ചു പോകണം ഇപ്പോൾ ഒന്ന് കഴിച്ചപ്പോത്തിന്. ഇത് കുറച്ച് നല്ല കട്ടിയുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ കുടംപുളിക്ക് അങ്ങനെ തോടിന് അത്ര കട്ടിയില്ല. ഇത് കണ്ടോ, നല്ല കയമ്പുണ്ട്. അതിൻ്റെ കട്ടി കാണി ഇതെങ്ങനെ നോക്കിയാലോ കണ്ടോ, അവിടെ ഈ കനുണ്ട്. മറ്റേത് നമ്മളെ അതുണ്ടോ നല്ല ഇവിടെ അത്യാവശ്യം നല്ല കനുണ്ട്. ചെറുതിന് നൈസാ. ഒരു വേഗം നമുക്ക് ഒക്കെ പൊളിച്ചെടുക്കാം കേട്ടോ. എല്ലാ കുടംപുളി മുറിച്ചിട്ട് കഴിഞ്ഞ് ഇതാ ചെറുതുണ്ട്, അതുപോലെ നല്ല വലുപ്പമുള്ളതുണ്ട്. ഇപ്പം വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചാക്കിലൊക്കെ ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, നമ്മൾ തേങ്ങയൊക്കെ ഉണക്കാടുന്ന പോലെ. ഇപ്പം വെയിലുണ്ട്, അതിനനുസരിച്ച് മഴക്കാറ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നൊരു ഐഡിയ, മഴക്കാലത്ത് ഇതാ ഇതുപോലെ ഈർക്കിളി എടുത്തിട്ട് ഇതിൽ കോർത്തിട്ട് മാല പോലെ കെട്ടി വെക്കും അടുപ്പിൻ്റെ മുകളിൽ. അപ്പോൾ വേഗം ഉണങ്ങി കിട്ടും. പിന്നെ വെയിലുള്ള സമയത്ത് ഒന്നുകൂടെ വെയിലെത്തിട്ട് ഉണക്കിട്ടും. അപ്പോൾ കുറച്ച് അധികം ഉണക്കില്ലാത്ത കുറച്ച് പച്ചപ്പുള്ള ഈർക്കിളി എടുക്കുക കേട്ടോ. എന്നാലും നമുക്ക് ഇതങ്ങനെ വളച്ച് വരുമ്പോൾ പൊട്ടാതെ കിട്ടുള്ളൂ. എടുത്ത് കോർക്കല്ലേ, ഇത്ര മതി. അധികം മുഴുവനായിട്ട് ഇങ്ങോട്ട് തട്ടിക്കണ്ട. ഇത് നല്ല കയമ്പുള്ള കുടംപുളി ആയതുകൊണ്ടേ ഈർക്കളിക്ക് നല്ല കൂർപ്പ് വേണം കേട്ടോ, നല്ല കറക്റ്റ് കയറി കിട്ടുള്ളൂ. നല്ല പഴുത്തത് കുഴപ്പമില്ല, പച്ച പോലത്തെ ഉണ്ടാവും. അധികം പഴുക്കാത്തതും പിന്നെ അധികം അലിത്ത് വരാത്തതൊക്കെ നമുക്ക് കുറച്ച് കുത്തേണ്ടി വരും. ഇതാ ഇങ്ങനെ
സിമ്പിളായിട്ട് നമുക്ക് കോർക്കാം കേട്ടോ. വലുപ്പമുള്ളത് വേഗം കഴിയും, ചെറുതിനെ കുറച്ച് പണി. എല്ലാം നമുക്ക് വേഗം ഇങ്ങനെ കോർത്തെടുക്കാം. ഇത്രയും കോർത്തിട്ടുണ്ട്. നമ്മൾ കുടംപുളി നല്ല കനമുള്ളത് കൊണ്ട് നമ്മൾ ഈർക്കളി പൊട്ടിപ്പോവും. അപ്പൊ ഇനി ഇങ്ങനെ കൂട്ടിയിട്ട് നമുക്കൊന്ന് ഇതുപോലെ കെട്ടി കൊടുക്കാം. അയ്യബ് വിളിക്കുന്നുണ്ട്, ഇപ്പൊ കഴിയും അയ്യബോ. ഞങ്ങൾ ഇതൊന്ന് കെട്ടി തീർക്കട്ടെ കേട്ടോ. കണ്ടില്ലേ? നമുക്ക് വേഗം എല്ലാം അതാ അധികമൊന്നും ഇല്ല, കുറച്ചും കൂടെ ഉള്ളൂ. 2 മാലക്കും കൂടെ ഉണ്ടാവും അല്ലേ കോർക്ക. നമ്മൾ കോർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വെയിൽ പോയി മഴ വന്നിട്ടോ. അപ്പൊ നമുക്കിത് അടുപ്പിന്റെ മുകളിൽ തന്നെ വെക്കാം. 3 മാല കിട്ടിയിട്ടുണ്ട്. ചെറുതിന്റെ 1 മാല, വലുതിന്റെ 2 മാല. ഇതിന് മുകളിൽ കണ്ടോ ഇങ്ങനെ കിട്ടിയത് നമ്മൾ കോർത്ത് വെച്ചാട്ടോ. അതായത് കുറച്ചൊക്കെ വാടി വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇവിടെ കുറച്ച് ടാസ്ക് പണിയുണ്ട്, നോക്കണം. ഇവിടെ താഴെ ഇടാതെ നമുക്ക് കറക്റ്റ് പിടി പതുക്കെ തല്ല. അവിടെ സെറ്റ് റെഡിയായി. അപ്പൊ നല്ല ചൂടൊക്കെ തട്ടുമ്പോഴേ നമ്മൾ ഈർക്കളിന്ന് വിട്ടു പോരാൻ സാധ്യതയുള്ളൂ. നമ്മൾ ഇവിടെ കൂട്ടി കെട്ടുന്നുണ്ട്. 3 മാലയും കൂട്ടിയിട്ട് ഇവിടെ മുകളിലോട്ട് കെട്ടി വെക്കാം. ഉണങ്ങി തുടങ്ങുമ്പോഴും ചൂടാകുമ്പോഴൊക്കെ ചിലപ്പോൾ വിട്ടുപോരും. അപ്പൊ അതാ സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അടുപ്പിന്റെ ഇവിടെ കണ്ട താഴെ ഇവിടെ നമ്മൾ ഉണക്കാനിട്ടുണ്ടല്ലോ. ഇന്നലെ കിട്ടിയ കൊക്കോ നമ്മൾ ഇതുപോലെ ഒന്ന് നിരത്തിയിട്ടതാണ്. വെയിൽ കിട്ടിയ വെയിലത്തിടാ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ അത് ഉണക്കണം. അപ്പൊ ഇനി അങ്ങോട്ട് എന്നും കുടംപുളി കെട്ടിക്കഴിഞ്ഞാൽ മഴക്കാലത്ത് ഞങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇതുപോലെ മാലയാക്കിയിട്ട് ഇങ്ങനെ കെട്ടി തൂക്കുക. ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ മുകളിലത്തെ തട്ടിലിട്ടിട്ടാണ് ബാക്കി ഉണക്കുക. അപ്പൊ അടുത്ത മാല ഇവിടെ തൂക്കി വെക്കും. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നാളെയും ഇനി ഇതുപോലെ തന്നെ മാല കോർക്കാനുള്ള കുടംപുളി കിട്ടും. അത് ഇതുപോലെ തന്നെ ചെയ്തു വെക്കും.